ഹായ് ഹലോ, ഞാൻ നമുക്കിന്ന് കുറച്ച് വട്ടയപ്പം ഉണ്ടാക്കാം. അതിന് വേണ്ടി കുറച്ച് വട്ടയില പിച്ചാൻ വന്നതാണ്. കുറച്ച് വട്ടയില പിച്ചെടുക്കാം. ചെറുതും ഉണ്ട് വലുതും ഉണ്ട്. ഇത്തരം അങ്ങനെ കുറച്ച് മതി, ഒരു 6-7 മതി. അതിനെ പിച്ച് കഴിഞ്ഞു. അല്ലാണ്ട് എനിക്ക് ആവശ്യത്തിനുള്ള ഇല ഞാൻ പിച്ച് കഴിഞ്ഞു. ഇപ്പിൻ്റെ ചോട്ടി വെച്ചൊന്ന് കഴുകിയെടുക്കാം നമുക്ക്. വട്ടയിലെല്ലാം കഴുകി വെച്ചു. എല്ലാം ഇങ്ങനെ കഴുകിയൊക്കെ വെച്ചു. ഇനി നമുക്ക് അമൃതം പൊടി വെച്ച് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട അമൃതം പൊടി എടുക്കാം. അന്ന് അമൃതം പൊടിയാണ് എടുത്തേക്കുന്നത്. ഇന്നലെ നമ്മൾ അമൃതം പൊടി വെച്ച് പുട്ട് പിഴിഞ്ഞു. ഇന്ന് നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കാൻ പോകുന്നു. അതിന് ഞാൻ അമൃതം പൊടി എടുക്കുക. കുറച്ച് ഇതിനകത്തോട്ട് തട്ടിയിടാം. കുറച്ച് മതി. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ശർക്കര എടുത്ത് വെള്ളത്തിൽ വെച്ചിട്ട് ഇതൊന്ന് അടുപ്പിൽ വെച്ചൊന്ന് ഉരുക്കിയെടുക്കാം. ഒന്ന് വെള്ളത്തിലൊന്ന് അലിയിച്ച് അടുപ്പിൽ വെച്ച് ഒന്ന് അലിയിക്കെടുക്കാം. നമുക്ക് കുറച്ച് ശർക്കര വെള്ളം ഒഴിച്ചു കൊടുക്കാം. തവി വെച്ച് നമുക്ക് ഇളക്കാം. കുറച്ച് ജീരകപ്പൊടി ഇടാം. ജീരകം പൊടിയല്ല, ജീരകം ഇടുന്നു. ഇതിനകത്തോട്ട് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങ അരിഞ്ഞു വെച്ചത്. ഇതൊന്ന് ഇളക്കി വെക്കാം. ഒരു വട്ടയിലക്കകത്തോട്ട് വെച്ചിട്ട് ആക്കി വെച്ചിട്ട് മടക്കിയെടുക്കണം. മടക്കിയെടുത്തിട്ട് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വയ്ക്കാം. ഇനി നമുക്ക് ഓരോന്നായിട്ടുണ്ടാക്കി. സിമ്പിളായി ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് മടക്കി വെക്കണം. നമ്മളിത് കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, ഒരു 6 ഉണ്ടാക്കുന്നുള്ളൂ. വട്ടയപ്പമൊക്കെ റെഡിയാക്കി ഇതിനകത്ത് വെച്ച് ഇനി അടുപ്പിൽ വെച്ച് ഗ്യാസിലോട്ട് വെച്ച് നമുക്ക് തീയിരിക്കാം. വട്ടയപ്പമൊക്കെ നമ്മുടെ അമൃതം പൊടി കൊണ്ട് ഉള്ള വട്ടയപ്പമൊക്കെ വെന്ത് കഴിഞ്ഞ് ഇനി നമുക്ക് പ്ലേറ്റിലോട്ടാക്കാം. എല്ലാം നല്ലോണം നമ്മുടെ വട്ടയപ്പം അമൃതം പൊടി കൊണ്ടുള്ള റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. എല്ലാവരും
അമൃതം പൊടി വെച്ചൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നല്ല സോഫ്റ്റായ നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടായാലും 4 മണിക്കായാലും കഴിക്കാം നല്ലതാണ്. കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെയൊക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളും. നമ്മുടെ വീടുകളിലെല്ലാം പറമ്പിലൊക്കെ വട്ടയില കാണത്തില്ല. വട്ടയില കൊണ്ട് ഇന്ന് വട്ടയില വയണയില എന്ത് വെച്ച് വേണമെങ്കിലും ഉണ്ടാക്കാം. വാഴയില വെച്ച് ഉണ്ടാക്കാം. ഞാനിപ്പോൾ എടുത്തത് വട്ടയില വെച്ചാണ്. വട്ടയപ്പം ഇട്ടാണ് ഉണ്ടാക്കിയത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും വീഡിയോ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കഴിക്കാൻ നല്ല സോഫ്റ്റാണ്. അമൃതം പൊടി വെച്ചുള്ള നല്ലൊരു വിഭവമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. മറ്റൊരു വീഡിയോയിൽ നാളെ വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.